നമസ്കാരം. തിരുവനന്തപുരം കമലേശ്വരത്ത് ജീവനൊടുക്കിയ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നു. മകളുടെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. കമലേശ്വരം ആര്യൻകുഴി ശാന്തി ഗാർഡൻസിൽ SL സജിത 54 വയസ്സ്, മകൾ ഗ്രീമ S രാജ് 30 വയസ്സ്. ഇവരുടെ മരണം കേവലം ഒരു ആത്മഹത്യയല്ല, മറിച്ച് ഭർത്താവിന്റെ മാനസിക പീഡനവും അവഗണനയും മൂലമുണ്ടായ കൊലപാതകത്തിന് തുല്യമായ കുറ്റകൃത്യമാണെന്ന ആരോപണം ശക്തമാകുന്നു. അതിനിടയ്ക്കാണ് ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവരുന്നത്. 6 വർഷത്തെ മാനസിക പീഡനവും അവഗണനയും കടുത്ത നടപടിക്ക് കാരണമെന്നാണ് ആരോപണം. 25 ദിവസമാണ് മകളും മരുമകൻ ഉണ്ണികൃഷ്ണനും ഒന്നിച്ചു താമസിച്ചത്. ഉണ്ണികൃഷ്ണൻ ഉപയോഗിച്ച ഉടുപ്പ് പോലെ മകളെ ഉപേക്ഷിച്ചു. മകൾ കെഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ട. പിരിയാൻ തക്ക കാരണം ഒന്നുമില്ല. എന്തൊക്കെയോ നിസ്സാര കാരണങ്ങൾ. അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ, മടുത്തു, മതിയായി. ഈ സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണ്. ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ സജിതയും ഗ്രീമയും വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും നിയമവിരുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇവരുടെ മരണം. 6 വർഷം മുൻപാണ് ഗ്രീമയും അമ്പലത്തറ സ്വദേശിയായ ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള വിവാഹം നടന്നത്. 200 പവനിലധികം സ്വർണവും വീടും വസ്തുവും നൽകി നടത്തിയ വിവാഹം വെറും 25 ദിവസത്തിനുള്ളിൽ തകർന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും തികയുന്നതിന് മുൻപേ ഗ്രീമയെ ഉപേക്ഷിച്ച് പോയ ഉണ്ണികൃഷ്ണൻ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയർലൻഡിൽ കോളേജ് അധ്യാപകനായ ഇയാൾ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയപ്പോൾ പോലും ഗ്രീമയെ മാനസികമായി പീഡിപ്പിക്കുകയും ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ അപമാനഭാരമാണ് 2 ജീവനുകൾ കവരാൻ കാരണമായത്. ഈ 200 പവൻ സ്വർണത്തിനും സ്വത്തിനും എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അമ്മയും മകളും സയനൈഡ് ഉപയോഗിച്ചാണ് ജീവനൊടുക്കിയത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വീട്ടിനുള്ളിലെ സോഫയിൽ മകളുടെ മൃതദേഹത്തിന് മുകളിൽ അമ്മ കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. മരിക്കുന്നതിന് മുൻപ് ഇവർ ബന്ധുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ മരണത്തിന് ഉത്തരവാദി ഉണ്ണികൃഷ്ണനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപമാനഭാരം താങ്ങാനാവുന്നില്ല എന്ന സജിതയുടെ വാക്കുകൾ കേരളത്തിലെ സ്ത്രീധന പീഡന വ്യവസ്ഥിതിയുടെ ക്രൂരതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാനും മകളും ആത്മഹത്യ ചെയ്യാൻ കാരണം എന്റെ മകളുടെ ഭർത്താവായ BM ഉണ്ണികൃഷ്ണനാണ് എന്ന് തുടങ്ങുന്ന ആത്മഹത്യാക്കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കേവലം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ഗൗരവകരമായ വകുപ്പുകൾ ചേർത്ത് പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ നാട്ടിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു.